Hello, welcome to Market Discussion of the Day. Today, March 20th, 2026. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് വെറും 99 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റിയുള്ള ഒരു ബിഗിനർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിട്ടുള്ളൊരു ഒരു 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 കോഴ്സായിരിക്കും. 7 ദിവസത്തെ ക്ലാസ്സാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ഈ ഒരു ക്ലാസ്സസ് നടക്കുന്നത്. സോ ആ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റ്ലി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നലെ നമുക്കറിയാം, മെനഞ്ഞാന്ന് നമുക്ക് ആക്ച്വലി എന്താണ് ഗോൾഡിൽ രാത്രി വൈകുന്നേരം 5 മണിക്ക് ശേഷം ട്രേഡ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലെ ട്രേഡിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. സോ ഇന്നലെയൊക്കെ ഞാൻ രാവിലെ തന്നെ ആട് 3ക്ക് പോയതാണ്, ട്രേഡൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ജസ്റ്റ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റ് 4858 റേഞ്ചിലോട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത മാർക്കറ്റ് ഇന്നലെ ഓൾമോസ്റ്റ് 4500 വരെ പോയി. ഓൾമോസ്റ്റ് 3500 പിപ്പിൻ്റെ മൂവ്മെൻ്റാണ് ഇന്നലെ നടന്നത്. ഓക്കെ, സോ ഈ ഒരു കാരണം, അപ്പം എവിടെയാണ് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്, എവിടെയാണ് നമുക്ക് സപ്പോർട്ട് ഉണ്ടായത്, എവിടെ സപ്പോർട്ടില്ല അല്ലേ. സോ ഈ ഒരു കാര്യം കൊണ്ടിട്ടാണ് ആക്ച്വലി ഞാൻ പറഞ്ഞത് ഗോൾഡിൽ ട്രേഡിങ്ങിനകത്ത് നിന്ന് മാറി നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇപ്പോഴും നമ്മളുടെ ഗോൾഡിൽ ബുള്ളിഷ് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, സോ ഇന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗോൾഡിൽ ട്രേഡ് എടുക്കണം എന്ന് പറയാറായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇന്ന് പറയാനായിട്ടുള്ളത്. നമുക്ക് വീക്കെൻഡ് കഴിഞ്ഞിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ആക്ച്വലി ബെറ്റർ. പക്ഷെ എന്നാലും നമുക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഇന്നലെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മളുടെ കലണ്ടർ ബേസ് ചെയ്ത് നമുക്കറിയാം വേറെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അപ്ഡേറ്റുകളൊന്നും എനിക്ക് എടുത്ത് പറയാനായിട്ടില്ല. അപ്ഡേറ്റുകളെല്ലാം ഞാൻ ഈ ആഴ്ചത്തെ മെനഞ്ഞാന്നത്തെയൊക്കെയുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ എക്കണോമിക് ബേസിസിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പോകണം എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ടും പറയാനായിട്ടുള്ളത്. സോ ഇന്നലെ സംഭവ ബഹുലമായിട്ടുള്ള ദിവസമായിരുന്നു. ഓക്കെ, FOMC പ്രസ് കോൺഫറൻസ് ആയിരുന്നു. FOMC ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്തിട്ടില്ല, 3.75 തന്നെയായിരുന്നു. സോ FOMC പ്രസ് കോൺഫറൻസിൽ നമ്മുടെ ഫെഡ് ചെയർ ജെറോം പവൽ പറഞ്ഞിട്ടുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഒന്നുമില്ല, 3.75 എന്ന് ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഒരു രീതിയിലും കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. ഓക്കെ, ലോങ്ങർ ടേമിലോട്ട് ഹോക്കിഷ് ആയിരിക്കും. അതായത് ലോങ്ങർ ടേമിലോട്ട് ഇത് റേറ്റ് ഹൈ ആയിട്ട് നിൽക്കാനായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, സോ അതേപോലെ തന്നെ ഓയിൽ ഫാക്ടർ, അപ്പം നമ്മളുടെ ഒരു വാർ നടക്കുന്നുണ്ട്. വാർ നടക്കാൻ നേരത്തെ എന്ത് സംഭവിച്ചു, ഓയില് ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്ന ഇറാൻ്റെ അധീനതയിലുള്ള സ്ഥലം അല്ലെങ്കിൽ ആ ഒരു കടൽപാത അടച്ചിട്ടതിൻ്റെ പേരിൽ ഓയിലിൻ്റെ വില നല്ല രീതിയിൽ കൂടി. ഓൾമോസ്റ്റ് $102 മുകളിലായിട്ട് ഇപ്പോൾ ഓയിലിൻ്റെ പെർ ബാരലിന് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നു റേറ്റ് അല്ലേ. സോ അത് കാരണം ഇൻഫ്ലേഷൻ ഉണ്ടായി. ഇൻഫ്ലേഷൻ കാരണം എന്ത് സംഭവിച്ചു, ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നതിലൂടെ ആക്ച്വലി ഗോൾഡിൻ്റെ റേറ്റൊക്കെ മുകളിലോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഡോളറിൻ്റെ റേറ്റ് കൂടുന്നത് കൊണ്ടിട്ട് ഗോൾഡിൻ്റെ റേറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആൾക്കാർ കൂടുതലും US ബോണ്ട്സിലോട്ട് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാരണം US ബോണ്ട്സിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്നതുകൊണ്ടിട്ട്, ഗോൾഡിൽ ഇൻട്രസ്റ്റ് കിട്ടില്ല എന്നതുകൊണ്ടിട്ട് ആൾക്കാർ US ബോണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. US ഡോളറിൻ്റെ വാല്യൂ കൂടുന്നു, US ഡോളർ സ്ട്രോങ് ആവുന്നു. അതേപോലെ US ഡോളർ സ്ട്രോങ് ആവുന്നതനുസരിച്ചിട്ട് ബാക്കിയുള്ള കൺട്രീസ് ഗോൾഡ് വാങ്ങാനായിട്ട് എക്സ്പെൻസീവ് ആവുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മളുടെ എക്കണോമിക് ബേസ് ചെയ്തിട്ട് നമ്മുടെ FOMC അല്ലെങ്കിൽ നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് മൂലം ഉണ്ടായിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ടാണ് ഗോൾഡിൻ്റെ റേറ്റ് എന്തുകൊണ്ട് കൂടുന്നില്ല എന്നുള്ളൊരു കാര്യം അല്ലേ. ഇത്രയും വലിയൊരു വാർ നടന്നിട്ട് എന്തുകൊണ്ട് ഗോൾഡിൻ്റെ, ഇതാണ് റീസൺ.
ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നേരെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള ഒന്നിനകത്തും ട്രേഡ് ചെയ്യരുത്. 8:16 ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ബാങ്ക് ഓഫ് ജപ്പാൻ കെപ്റ്റ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് 0.75%. 0.75% തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചു പ്രസ് കോൺഫറൻസിൽ. അതിനുശേഷം നമ്മളുടെ ബാങ്ക് ഓഫ് ജപ്പാൻ പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. പ്രസ് കോൺഫറൻസിൽ അവരുടെ ഗവർണർ ഉവേഡ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലോട്ട് നമ്മുടെ റേറ്റ് ഹൈക്സ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. കാരണം ഇൻഫ്ലേഷൻ കൂടുകയാണ്, അപ്പോൾ അവർക്ക് റേറ്റ് ഹൈയിലോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അത് ഒരു ലോങ്ങർ ടേമിലോട്ടൊരു ഹാക്കിഷ് ടൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങർ ടേമിലോട്ട് ഒരു റേറ്റ് ഹൈ ഉണ്ടാകും എന്ന് ഈ പറയുന്ന നമ്മുടെ ആരാണ് ഗവർണർ പറഞ്ഞത് കൊണ്ടിട്ട് എന്താണ് ബാങ്ക് ഓഫ് നമ്മുടെ ജാപ്പനീസ് യെന്നിൻ്റെ വാല്യൂ കൂടി. ജാപ്പനീസ് യെൻ ബിക്കെയിം സ്ട്രോങ്ങർ. ഓക്കെ, സോ യെൻ സ്ട്രോങ്ങർ ആയപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്നലെ നമുക്ക് കാണാം 159 ഒക്കെ അടുത്ത് നിന്ന് എന്നായിരുന്നു 159.60 അവിടെയൊക്കെ നിന്ന് എന്നായിരുന്നു. അത് ഒറ്റയടിക്ക് താഴെ വീണ് 157.60. ഓൾമോസ്റ്റ് 200 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് ആക്ച്വലി ഇന്നലെ രാവിലെയൊക്കെ ആയിട്ട് മാർക്കറ്റിൽ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി ഇന്നലെ രാവിലെ 10 മണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ആ ഒരു സമയത്ത് ആക്ച്വലി മാർക്കറ്റ് ഒന്ന് താഴോട്ട് പോയി. അതിനുശേഷം ബാങ്ക് ഓഫ് ജപ്പാൻ എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഒറ്റയടിക്ക് വലിയ ഒരു വീഴ്ചയൊക്കെ മാർക്കറ്റിൽ ഉണ്ടാവുകയും ചെയ്തു. ഓൾമോസ്റ്റ് 157.497. സോ ഇത് കാരണമാണ് ഇന്നലെ ഞാൻ ഒന്നിനകത്ത് ട്രേഡ് ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം നോർമലി ജാപ്പനീസ് യെന്നിൽ നമുക്ക് 159.6 നിൽക്കുമ്പോൾ 159 നമുക്കൊരു ബൈയിങ് പോയിന്റ് ആയിരുന്നു അല്ലേ? സോ ബേസിക്കലി ഇങ്ങനത്തുള്ള വലിയ ന്യൂസുകളാണ് ജാപ്പനീസ് യെന്നിലൊക്കെ ഉണ്ടായത്. അതുകൊണ്ടിട്ടാണ് മാർക്കറ്റ് അവിടെ ഒന്നും സപ്പോർട്ട് എടുക്കാതിരുന്നത്. അപ്പോൾ ഇങ്ങനെ മാറി നിൽക്കണം എന്ന് പറയുന്ന ദിവസങ്ങളിൽ അങ്ങ് മാറി നിന്നാൽ എന്താണ്? സോ ഇന്നും നാളെയൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് ട്രേഡ് ചെയ്ത് പൊയ്ക്കൂടായിരുന്നോ? പല ആൾക്കാരുടെയും പൈസ പോയി, പല ആൾക്കാരുടെയും വാഷ് ഔട്ടായി പോയി അക്കൗണ്ട് ഒറ്റ ദിവസം കൊണ്ടിട്ട്. അത്രയും വലിയ മൂവ്മെൻ്റാണ് ഗോൾഡിലുണ്ടായത്. അല്ലെങ്കിൽ ഈവൻ JPY പോലും 200 പിപ്പിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ മൂവ്മെൻ്റ് ആണത് അല്ലേ? നമ്മൾ നേരെ GBP USD വരുമ്പോൾ ഇന്നലെ അതേപോലെ GBP USD മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ 12:30 ക്ലെമൻ കൗണ്ട് ചേഞ്ച് ഉണ്ടായിരുന്നു. ക്ലെമൻ കൗണ്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം എത്ര ആൾക്കാരാണ് UK ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ക്ലെയിമിന് പോയത്, അതായത് ജോലിയില്ലാതെ ക്ലെയിമിന് പോയത്. ഓക്കെ, സോ പ്രീവിയസ് ആയിട്ടുള്ള ഡേറ്റ ഭയങ്കര 4.7K ആയിരുന്നു. ഓക്കെ, പക്ഷേ ഈ മാസം എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ഡേറ്റ 25.8K ആയിരുന്നു. 25,000 ആൾക്കാർ. പക്ഷേ വന്നപ്പോൾ 24,000 ആൾക്കാർക്കാണ് ക്ലെയിമിന് പോയത്. എന്ന് പറഞ്ഞത് നല്ലതാണോ ചീത്തയാണോ? ആക്ച്വലി അവർ ഫോർകാസ്റ്റ് ചെയ്ത് വെച്ച് നോക്കാൻ നേരത്ത് അത് നല്ല ന്യൂസാണ്. കുറച്ച് ആൾക്കാരെ പോയിട്ടുള്ളൂ. പക്ഷേ പ്രീവിയസ് വെച്ച് നോക്കാൻ നേരത്ത് ഓൾമോസ്റ്റ് 5 ഇരട്ടി ആൾക്കാരാണ് ആക്ച്വലി എന്തിന് പോയത്? ഈ ക്ലെയിമിന് പോയത്. അത് ഭയങ്കര വലിയൊരു നെഗറ്റീവ് ന്യൂസാണ് ആക്ച്വലി GBPയിൽ. ഓക്കെ, പക്ഷേ GBP ഒറ്റയടിക്ക് മുകളിലോട്ട് പോയി. അതിൻ്റെ റീസൺ GBPയുടെ ഒഫീഷ്യൽ ബാങ്ക് റേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒഫീഷ്യൽ ബാങ്ക് റേറ്റ് വന്നപ്പോൾ 3.75, അതായത് നോർമലി നമ്മളുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചില്ല എങ്കിൽ നമ്മളുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാറില്ല. അതേപോലെ തന്നെ സംഭവിച്ചു. 3.75 തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചു എന്നുള്ളൊരു കാര്യമാണ്. സോ അതിൽ മാർക്കറ്റിനെ ഷോക്ക് ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ വോട്ട് ചെയ്തപ്പം 9-0 ആയിരുന്നു. 9-0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഒരു മെമ്പർ പോലും ആക്ച്വലി റേറ്റ് കട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, സോ അത് ഭയങ്കര നല്ലൊരു സൈനാണ്. അതുകൊണ്ടിട്ട് തന്നെ ബേസിക്കലി ഇൻഫ്ലേഷൻ ഈ പറയുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വാൺ ചെയ്തു. എന്താണ്? മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ് ഇൻഫ്ലേഷൻ കൂട്ടും, UKയിലുള്ള ഇൻഫ്ലേഷൻ കൂട്ടും. അത് എന്താ പറയുക 3.5% വരെ ഈ വർഷത്തിൻ്റെ അവസാനത്തോടെ ആകും എന്നുള്ളൊരു കണക്കാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ കൂടുന്നത് കൊണ്ടിട്ട് തന്നെ അവർക്ക് റേറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള യാതൊരു പോസിബിലിറ്റിയും ഇല്ല എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എന്താണ് എഫക്റ്റ് ഉണ്ടായത്? നമ്മളുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അങ്ങനെ പറയുന്നതിലൂടെ എന്ത് സംഭവിച്ചു? നമ്മുടെ പൗണ്ട് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഓൾമോസ്റ്റ് നല്ലൊരു റേറ്റ് എടുത്ത് 1.3400 മുകളിലായിട്ട് ഇപ്പോൾ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി പോവുക.
ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്സ് പ്രകാരം ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർ അവിടെ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾ തന്നെ മനസ്സിലാക്കി പോവുക. ഓക്കെ, പ്രത്യേകിച്ച് എല്ലാ ദിവസവും വാറിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് തലവേദന ആവും എന്നല്ലാതെ വേറൊന്നും നടക്കുന്നില്ല. സോ അതുകൊണ്ടിട്ട് നമുക്ക് നേരെ നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ് ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ്. ഇപ്പം UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷനുണ്ട്, അതേപോലെ തന്നെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ട് ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ട് FSCയുടെ റെഗുലേഷൻ ഒക്കെയുള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ റെഗുലേഷനിലോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് $100,000 വരെ നമ്മളുടെ ലോയിഡ്സ് ബാങ്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ആഡ് ഓൺ ബെനിഫിറ്റ് തന്നെയാണ്. ഓക്കെ, സോ നമ്മളുടെ ഇതിൻ്റെ അകത്ത് എന്താ പറയുക, പ്രൊമോഷൻ ഉണ്ട്. ഒരുപാട് പ്രൊമോഷൻസ് നടക്കുന്നുണ്ട്. ഫസ്റ്റ് USDT ഡെപ്പോസിറ്റിനൊരു എന്താ പറയുക ബോണസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു എക്സ്ട്രാ ബോണസാണ്. ഓക്കെ, സോ ഇവരെ സ്പോൺസർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്തത് പോലും ഈ പറയുന്ന സ്റ്റാർ ട്രേഡറാണ്. സോ സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ സ്റ്റാറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. UAE ക്ലയൻസ് ആണ് എങ്കിൽ പ്രത്യേക ലിങ്കാണ്, അതും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPY തന്നെ പോവാം. 158.346 നിൽക്കുന്നു. ബേസിക്കലി ഒരു ബെയറിഷ് കറക്ഷൻ വരാനായിട്ട് കിടക്കുന്നു. 158 എന്ന് പറയുന്നൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഇന്നൊന്ന് വെയിറ്റ് ചെയ്തിട്ട് തിങ്കളാഴ്ച ട്രേഡ് ചെയ്യുന്നതായിരിക്കും എന്ന് ഞാൻ പിന്നെയും പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഫണ്ടമെൻ്റൽ ഇങ്ങനെ നിന്നതുകൊണ്ടിട്ട് തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പക്ഷേ ബെയറിഷ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ബെയറിഷ് ഇൻ ദ സെൻസ് നമുക്കൊരു പുൾ ബാക്ക് കിട്ടി 159 അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സെല് ചെയ്യാം, ഇല്ലെങ്കിൽ ഇന്ന് ട്രേഡ് ചെയ്യാതിരിക്കുക. ഇന്ന് ഞാൻ പറയുന്ന റേഞ്ചുകൾ ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. 159 അവിടെ നമുക്ക് സെല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ 159 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 159.70 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 157.50 അവിടെ ടേക്ക് പ്രോഫിറ്റും വെച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ബ്രേക്ക് ഔട്ടിനെ കുറിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. 157.80 താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ ഓക്കെ, ദാറ്റ് ഈസ് എ സൈൻ ഓഫ് ബ്രേക്ക് ഔട്ട്. സോ അവിടുന്ന് വേണമെങ്കിലും സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞാൻ ബൈ പറയുന്നില്ല എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USD വരുമ്പോൾ GBP ബേസിക്കലി അപ് ട്രെൻഡായി ഒരു ബുള്ളിഷ് റീബൗണ്ട് നടത്തുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പോയിന്റ് 1.3400 ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.3340 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് 1.3440 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നുള്ളൂ. അവിടുന്ന് മാത്രമേ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ബൈ നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരാം. യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 1.1558 ഓക്കെ, സോ യൂറോയെ കുറിച്ച് പറഞ്ഞാൽ ഒരു മൈറ്റ്ലി ബെയറിഷ് എന്നൊക്കെയുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ബേസിക്കലി യൂറോ എന്താ പറയുക, ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് 1.1600 അടുത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂറോ ഒരു സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 1.1640 മുകളിലായിട്ട്, ടേക്ക് പ്രോഫിറ്റ് 1.1500 അടുത്തൊക്കെ ആയിട്ട് നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു ബ്രേക്ക് ഔട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട് എൻട്രി എന്ന് പറയുന്നത് 1.1610 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഒരു ബ്രേക്ക് ഔട്ട് എൻട്രി എന്ന് പറയുന്നത് യൂറോ USD. ഓക്കെ,
നേരെ നമ്മളുടെ ഏറ്റവും ഇതായിട്ടുള്ള വേണ്ടപ്പെട്ട നമ്മളുടെ ഗോൾഡ് ആശാനിലോട്ട് പോകാം. ഗോൾഡ് ഇപ്പോൾ കറൻറ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 4719 ഓക്കെ. സോ 4719 നിൽക്കുന്ന ഈ ഒരു ഗോൾഡിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെൽ എൻട്രിയാണ്. ബൈ എറ്റ് ഡിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെ ഇല്ല, ഇന്നത്തെ ദിവസമില്ല. ഓക്കെ, നമുക്ക് ഒരു 4740 4750 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് 4775 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് 4680 4700 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു സെല്ല്, ഒരു ബ്രേക്ക് ഔട്ട് സെല്ലെന്ന് പറയുന്നത് ഒരു 1 hour ക്യാൻഡിൽ 4680 താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 4715 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ്, 4600 ടേക്ക് പ്രോഫിറ്റും വെച്ച് സെല്ലെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് നമ്മളുടെ ഗോൾഡിൽ പറയാനായിട്ടുള്ള കാര്യം. അപ്പം ഇതൊക്കെയാണ് ആക്ച്വലി ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഒരു കാരണവശാലും നമുക്ക് 4800 മുകളിലായിട്ട് പോകാതിരുന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരിക്കലും നമുക്ക് എന്താ പറയുക ഒരു അപ് ട്രെൻഡിലോട്ടായി നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, പക്ഷേ തിങ്കളാഴ്ച രാവിലെ അവസാനിക്കുന്നത് 4680 മുകളിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് രാത്രി അവസാനിക്കുന്നത് 4600 മുകളിലും, ഓക്കെ, ബേസിക്കലി 4600 മുകളിലാണെങ്കിൽ തന്നെ നമുക്കൊരു ട്രെൻഡ് ഓക്കെ ദാറ്റ് സബ്സൈഡ് എന്ന് നമുക്ക് വിചാരിക്കാം, മനസ്സിലാക്കാം. 4680 മുകളിലാണെങ്കിൽ ഓക്കെ, ഇത് അവിടെ നിന്ന് 4680 മുകളിൽ നിന്ന് തന്നെ നമുക്ക് തിങ്കളാഴ്ച ബൈ ചെയ്ത് പോകാം എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ അവിടെ പ്രോപ്പറായിട്ടൊരു സപ്പോർട്ട് അവിടെ പിടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അല്ലാത്ത പക്ഷം നമ്മൾ വെയിറ്റ് ഫോർ ദ മാർക്കറ്റ് ടു ലാൻഡ് ഒരു പുൾ ബാക്ക് കിട്ടി നമുക്കൊരു 4680 4750 റേഞ്ചിലോട്ടൊക്കെ കിട്ടി, അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 4680 താഴെയായിട്ട് 2 ക്യാൻഡിൽ അല്ലെങ്കിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് വേണമെങ്കിലും സെല്ലെടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.